ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സെക്ഷനാണ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോറിൻ കീ സീരിയലൈസേഴ്സിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടെ ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ഡേറ്റാസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് ടീം എന്ന് പറയുന്ന ഒരു മോഡല്. അതിനകത്ത് ടീം നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫീൽഡ് ഞാൻ ഇവിടെ ഡിക്ലെയർ ഇട്ടുണ്ട്. സോ ഈ ടീം ക്ലാസ് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടെ പേഴ്സൺ ക്ലാസ്സിനകത്ത് ഞാൻ ഇവിടെ ടീം ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ഫോറിൻ കീ ആയിട്ടാണ് യൂസ് ചെയ്യിക്കുന്നത്. സോ ഫോറിൻ കീനകത്ത് ഞാൻ ഇവിടെ ടീം എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ ഡിക്ലെയർ ഇട്ടുണ്ട്. പിന്നെ ഓൺ ഡിലീറ്റ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കാസ്കേഡ്. സോ ജാങ്കോയുടെ ലേറ്റസ്റ്റ് വെർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ ഡിലീറ്റ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കാസ്കേഡ് കൊടുക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. പിന്നെ ഇവിടെ റിലേറ്റഡ് നെയിം എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ടീം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ നിങ്ങളുടെ ഡേറ്റാബേസിനകത്ത് ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മേക്ക് മൈഗ്രേഷൻസ് മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. സോ നമ്മളിവിടെ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ ടീം എന്ന് പറയുന്ന ഫോറിൻ കീ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ മേക്ക് മൈഗ്രേഷൻസ് മൈഗ്രേറ്റ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യണം. നൾ ഈക്വൽ ടു ട്രൂ അല്ലെങ്കിൽ കോമ ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ. സോ ഈ രണ്ടെണ്ണം കൊടുക്കണം. രണ്ടെണ്ണം കൊടുത്താലേ നമുക്ക് ആക്ച്വലി ഡേറ്റാസ് എം ടി അല്ലെങ്കിൽ എം ടി അല്ലാത്ത കേസ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. പുതിയതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം എനിക്കിതൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ മേക്ക് മൈഗ്രേഷൻസ് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എ പി ഐ വിളിക്കുന്ന ടൈമിൽ എനിക്ക് ഓപ്പറേഷണൽ ഫെയിലർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് നോ ഫീൽഡ് നെയിമോ അല്ലെങ്കിൽ നോ കോളം നെയിം എന്ന് പറഞ്ഞ് എറർ കാണിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. അപ്പോൾ അങ്ങനെ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാനത് പിന്നീട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡേറ്റാബേസിന്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ. ബാക്കപ്പ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഡി ബി കോപ്പി എന്ന് പറയുന്ന കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്തോളാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മേക്ക് മൈഗ്രേഷൻസ് അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുക. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഡേറ്റാബേസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ അതിനകത്ത് എല്ലാം പുതിയ ഡേറ്റ ആയിരിക്കും. അതിനകത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് ഡേറ്റാസ് ഒന്നും കാണത്തില്ല. ഓക്കെ. സോ മേക്ക് മൈഗ്രേഷൻസും മൈഗ്രേറ്റ് ഈ രണ്ട് കമാൻഡ്സ് ഓടിച്ചതിന് ശേഷം നമ്മളിവിടെ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അഡ്മിനിൽ കയറി നമുക്ക് കുറെ ഡേറ്റാസ് എൻ്റർ ചെയ്യണം. സോ നമ്മൾ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുക. സോ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മേളിലത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. ഓക്കെ. സോ ഇങ്ങനൊരു അഡ്മിൻ പേജിലേക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് രണ്ട് ടീമാണ് വന്നിരിക്കുന്നത്, പേഴ്സൺസും അതുപോലെ തന്നെ ടീംസും. സോ ഈ രണ്ട് മോഡൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അഡ്മിൻ ഡോട്ട് പൈക്കകത്ത് നമ്മൾ ഈ രണ്ട് സൈറ്റ് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ രണ്ട് മോഡലും അഡ്മിൻ സൈറ്റിലോട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിനകത്തോട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ പേഴ്സൺസിനകത്ത് നിങ്ങൾ പുതിയ പേഴ്സണിന് ക്രിയേറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ നമുക്ക് ടീംസ്, നിങ്ങൾക്ക് എന്ത് ടീംസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ റെഡ്, ബ്ലൂ, ഗ്രീൻ ഇന്ന് 3 ടീമായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഈ ടീമിനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ പേഴ്സൺസിന് കയറി ഇതിനനുസരിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ടീമിനെ ഞാൻ സെറ്റ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഓൾറെഡി ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ ബ്ലൂ, അതുപോലെ തന്നെ വേറെ പേഴ്സൺ നോക്കുകയാണെങ്കിൽ റെഡ്, അതുപോലെ തന്നെ വേറെ പേഴ്സൺ ഗ്രീന്. ചിലതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മാനിൽ പോയിട്ട് നമുക്ക് ഗെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഗെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 3 യൂസേഴ്സിന് ഓൾറെഡി ടീമുണ്ട്. ഓക്കെ. നമ്മൾ ടീം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെ ഒരു വാല്യൂ കാണും. ടീം എന്ന് പറയുന്ന ഫീൽഡിനകത്ത് നമുക്കൊരു വാല്യൂ കാണും. പക്ഷെ അല്ലാത്തവർക്ക്, അതായത് നമ്മൾ ടീം സെറ്റ് ചെയ്യാത്ത യൂസേഴ്സിനൊക്കെ ആണെങ്കിൽ ടീം അവിടെ നൾ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഓക്കെ. സോ ചില നമ്മൾ ഡേറ്റാബേസ് ഇപ്പോൾ ഡേറ്റാസിനകത്ത് കുറെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നള്ള് കാണുമായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ വ്യൂസിനകത്തോട്ട് പോയിട്ട് ഗെറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ.
filter team double underscore is null equal to off. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ ടീം നള്ളുള്ള കേസുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മൾ ടീം നള്ള ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് പോസ്റ്റ്മാനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ടീം 1, ടീം 2, ടീം 3 എന്നൊക്കെയാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മുടെ ടീമിന്റെ നെയിം ആണ് അവിടെ കാണിക്കേണ്ടത്, റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ. അപ്പോൾ നമുക്ക് ഈ ടീം ഈ 1ഉം 2 എന്ന് പറയുന്നത് നമുക്ക് ഏത് ടീമിലാണെന്ന് അറിയത്തില്ല. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറയുന്നത്, സീരിയലൈസറിലോട്ട് പോയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുക, നമ്മളിവിടെ ഡെപ്ത് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കും. സോ ഡെപ്ത് ഈക്വൽ ടു 1 നമ്മൾ പേഴ്സൺ സീരിയലൈസറിനകത്ത് ക്ലാസ് മെറ്റയ്ക്കകത്ത് നമ്മൾ ഡെപ്ത് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ടീമിനകത്ത് നമുക്ക് ഐഡിയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടീം നെയിമും കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി എന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്ത് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത്, അതായത് ഈ ടീം എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എല്ലാ ഫീൽഡ്സും ഓക്കെ, ഓൾ ഫീൽഡ്സ് ഈ ടീമിനകത്ത് കാണിക്കും. സോ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ആക്ച്വലി ചിലപ്പോൾ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെപ്ത് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫീൽഡ്സും എടുത്തുകൊണ്ട് വരും. സോ ആക്ച്വലി നമുക്ക് എല്ലാ ഫീൽഡൊന്നും എടുത്തുകൊണ്ട് വരണ്ട, ഒരു ഫീൽഡ് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി, ടീം അണ്ടർസ്കോർ നെയിം, അതായത് നമുക്ക് ടീം നെയിം മാത്രം മതി. അപ്പൊ അതിനെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മളിവിടെ ക്ലാസ് ഈക്വൽ ടു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ടീം സീരിയലൈസർ. ഇത് മൊത്തം ഞാനിത് കോപ്പി ചെയ്യാം. എന്നിട്ട് ക്ലാസ് മെറ്റ മോഡലില് പേഴ്സണിന് പകരം ഞാനിവിടെ ടീം എന്ന് പറയണത് ക്ലാസ് ഞാനിവിടെ കൊണ്ടുവരും. ഓക്കെ. ഇവിടെ ഫീൽഡ്സ് ഓളിന് പകരം ഞാനിവിടെ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ടീം നെയിം മാത്രം കൊണ്ടുവന്നാൽ ഈക്വൽ ടു 1 ഒന്നും വേണ്ട. ഓക്കെ. ഓക്കെ. സോ ടീം സീരിയലൈസർ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത്, ഇനി അവിടുത്തെ നമുക്ക് പേഴ്സൺ സീരിയലൈസറിലേക്ക് വരുമ്പോൾ നമ്മൾ ടീം ഈക്വൽ ടു ടീം സീരിയലൈസർ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് നോക്കാം എന്തായിരിക്കും. ഓക്കെ. നമുക്കിവിടെ ടീം നെയിം റെഡ് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ ഫീൽഡ്സിലും ടീം നെയിം മാത്രമേ ഉള്ളൂ, നമുക്ക് ഐഡി ഇല്ല. ഓക്കെ. സോ ഇവിടെ എല്ലാ ഫീൽഡ്സ് കൊണ്ടുവരുന്നതിന് പകരം നമ്മളിവിടെ ഏത് ഫീൽഡാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ഇനി ഓക്കെ. സോ നമുക്കിവിടെ പുതിയൊരു ഫീൽഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിനകത്ത് നമുക്ക് പുതിയൊരു ഫീൽഡ് മോഡലിനല്ലാതെ നമുക്ക് അല്ലാതെ സീരിയലൈസറിൽ ഒരു പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറെ മെത്തേഡ് ഉണ്ട്. സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ ടീം ഇൻഫോ ഈക്വൽ ടു സീരിയലൈസേഴ്സ് ഡോട്ട് സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇനി ഈ ടീം ഇൻഫോനെ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡെഫ് ഗെറ്റ് അണ്ടർസ്കോർ. ഓക്കെ. ഗെറ്റ് അണ്ടർസ്കോർ കഴിഞ്ഞിട്ട് നമ്മൾ പ്രീഫിക്സ് കൊടുക്കണം. അതായത് നമ്മൾ ഇതിന് എന്താണോ വേരിയബിൾ നെയിം കൊടുത്തത് ആ നെയിം തന്നെ ആയിരിക്കണം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. സോ ഗെറ്റ് അണ്ടർസ്കോർ കഴിഞ്ഞിട്ട് പ്രിഫിക്സ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഞാനിവിടെ റിട്ടേൺ എക്സ്ട്രാ എന്ന് നോക്കുമ്പോൾ
റിവീൽ എന്തോ എറർ അടിച്ചു. ടേക്സ് 0 പൊസിഷൻ ബട്ട് 2 were given. ബട്ട് 2 were given എന്ന് പറയുന്നത് നമുക്കിവിടെ സെൽഫ് കോമ ഒബിജെ കൊടുത്തു നോക്കാം. ഇവിടുന്ന് 2 പാരാമീറ്റർ വേണം. ഇപ്രട്ടി എടുത്ത് നോക്കുമ്പോൾ കേട്ടോ, ടീം ഇൻഫോ എന്ന് പറഞ്ഞ എക്സ്ട്രാ സീരിയലൈസർ ഫീൽഡാണ്. ഓക്കെ, അത് വന്നാൽ നമുക്ക് മൾട്ടിപ്പിൾ ഫീൽഡ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും സീരിയലൈസർ വഴി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ സീരിയലൈസർ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫോറിൻ കീ വെച്ചിട്ട് നമ്മൾ സീരിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാ ഫീൽഡ് സീരിയലൈസർ വഴി നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, ഈ സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കി. ഓക്കെ.